ഹലോ, നമുക്കിന്ന് ബാങ്കിങ്ങിലെ നോ യോ കസ്റ്റമർ പോളിസിനെ കുറിച്ച് നോക്കിയാലോ? ഒരു ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ, അതായത് ഒരു കസ്റ്റമർ ബാങ്കിൽ അക്കൗണ്ട് തുറക്കുന്നതിന് മുൻപ് ബാങ്ക് ആ കസ്റ്റമറുടെ ഐഡന്റിറ്റി, അഡ്രസ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെരിഫൈ ചെയ്യണം. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ഈ KYC, നോ യോ കസ്റ്റമർ പ്രൊസീജിയർ എന്ന് പറയും. കസ്റ്റമറിനെ പറ്റി നന്നായിട്ട് അറിയാനും ബാങ്കിന്റെ സർവീസസ് ഈ കസ്റ്റമർ മണി ലോണ്ടറിങ്, ഫ്രോഡ്, ടെററിസം ഫിനാൻസിങ് എന്നിനൊക്കെ വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉറപ്പുവരുത്താനും കൂടിയിട്ടാണ് ഈ KYC പ്രൊസീജിയേഴ്സ് ബാങ്ക് ഫോളോ ചെയ്യുന്നത്. മെയിൻലി ഈ മണി ലോണ്ടറിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് KYC പോളിസി കൊണ്ടുവന്നത്. ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ആൻഡ് ഇത് കൊണ്ടുവന്നത് ഏത് ആക്ടിന്റെ അണ്ടറിലാണ്? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ അണ്ടറിലാണ് KYC കൊണ്ടുവന്നത്. ആൻഡ് ഓൾസോ BR ആക്ടിന്റെ സെക്ഷൻ 35A KYC ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അടുത്തത് KYCയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് കമ്പോണൻസ് ഓഫ് KYC ഓർ എലിമെന്റ്സ്, കീ എലിമെന്റ്സ് ഓഫ് KYC. മെയിൻലി 4 കീ എലിമെന്റ്സ് ആണ് നോ യോ കസ്റ്റമറിൽ വരുന്നത്. ഫസ്റ്റ് വൺ ആണ് കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസി. ഈ കസ്റ്റമർ ഏതൊക്കെ ആളുകളെ അതുപോലെ തന്നെ ഏതൊക്കെ കണ്ടീഷനിൽ കസ്റ്റമറായിട്ട് അക്സെപ്റ്റ് ചെയ്യാം എന്നാണ് ഈ കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസിയിൽ പറയുന്നത്. രണ്ടാമത്തതാണ് കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ പ്രൊസീജിയർ. റിലയബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വെച്ചിട്ട് ആധാർ കാർഡ്, വോട്ടേഴ്സ് ID അതുപോലത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഈ കസ്റ്റമറുടെ ഐഡന്റിറ്റി, അഡ്രസ് അതൊക്കെ വെരിഫൈ ചെയ്യുന്നതാണ് ഈ കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കീ എലിമെന്റ് ആണ് കസ്റ്റമർ ഡ്യൂ ഡെലിഗൻസ്. കസ്റ്റമറിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ അയാൾ നടത്തുന്ന ട്രാൻസാക്ഷൻ, നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഇതൊക്കെ വിലയിരുത്തിയിട്ട് അത് മോണിറ്റർ ചെയ്യുന്നതാണ് കസ്റ്റമർ ഡ്യൂ ഡെലിഗൻസ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് കീ എലിമെന്റ്, ഫോർത്ത് കീ എലിമെന്റ് എന്ന് പറയുന്നതാണ് റിസ്ക് മാനേജ്മെന്റ്. ഈ കസ്റ്റമേഴ്സിനെ ലോ, മീഡിയം ആൻഡ് ഹൈ റിസ്ക് ആക്കി തിരിച്ചിട്ട് അവരെ മോണിറ്റർ ചെയ്യും. ഇതാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ 4 കീ എലിമെന്റ്സും ഓർത്ത് വെക്കണം. സാലറീഡ് എംപ്ലോയി, ഗവൺമെന്റ് സ്റ്റാഫ്, സ്റ്റുഡൻസ് ഒക്കെയാണ് നമ്മുടെ ലോ റിസ്ക് കാറ്റഗറിയിൽ വരുന്നത്. അതുപോലെ തന്നെ മീഡിയം കാറ്റഗറിയിൽ ബിസിനസ് മാൻ, അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ മീഡിയം കാറ്റഗറിയിൽ വരുന്നത്. ആൻഡ് ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഫോറിൻ എൻറ്റിറ്റീസ്, NRI, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെയാണ് ഹൈ റിസ്ക് കാറ്റഗറീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ ലോ, മീഡിയം ആൻഡ് ഹൈ റിസ്ക് കാറ്റഗറീസിലുള്ള കസ്റ്റമേഴ്സ് അവരുടെ KYC എപ്പോഴൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? ലോ റിസ്ക് കാറ്റഗറിയിലുള്ളവർ 10 വർഷം കൂടുമ്പോഴാണ് അവരുടെ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് മീഡിയം റിസ്കിലുള്ളവർ 8 വർഷം കൂടുമ്പോഴും ആൻഡ് ഹൈ റിസ്കിലുള്ളവർ 2 വർഷം കൂടുമ്പോഴും ഈ KYC അപ്ഡേറ്റ് ചെയ്യണം. ഇത് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന സെക്ഷനാണ്. എത്ര വർഷം കൂടുമ്പോഴാണ് ഈ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത്? ലോ റിസ്ക് എന്ന് പറയുന്നത് 10 വർഷം, ആൻഡ് മീഡിയം റിസ്ക് എന്ന് പറയുന്നത് 8 വർഷം, ആൻഡ് ഹൈ റിസ്ക് എന്ന് പറയുന്നത് 2 വർഷം കൂടുമ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇനി നോ യോ കസ്റ്റമർ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെന്റ്സ് OVD ഏതൊക്കെയാണ്? ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊക്കെയാണ് ഒഫീഷ്യലി വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. ഇതിൽ പാൻ കാർഡ് ഉൾപ്പെട്ടിട്ടില്ല. ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെന്റ്സിൽ പാൻ കാർഡ് ഉൾപ്പെടില്ല. സോ ഇത്രയാണ് നമുക്ക് KYCയെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട്സും നമ്മുടെ ആപ്പിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും നമ്മുടെ ആപ്പിൽ ഈ വീഡിയോയുടെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക്